വിദ്യാസമ്പന്നനായ ഒരു ചെറുപ്പക്കാരൻ വിദേശത്തേക്ക് ജോലി നോക്കി പോയി അവിടെ നല്ല നിലയിലുള്ള ജോലിയും എല്ലാം സമ്പാദിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിൽ ആ വീട്ടുകാർക്ക് വലിയ പ്രതീക്ഷകളായിരിക്കുമല്ലോ ചെറുപ്പക്കാരനിലൂടെ ഉണ്ടാകുന്നത്. എന്തായാലും അവരുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഏക ആശ്രയം എന്ന് പറയുന്നത് ഒരു ആൺപുത്രൻ എന്നുള്ള നിലയിൽ അവരുടെ ഏക ആശ്രയമായിരുന്നു ആ സാജൻ. അവരുടെ അത് നമുക്ക് വേദന എന്ന് പറഞ്ഞാൽ നമുക്കത് പുറത്ത് കാണിക്കാൻ പറ്റത്തില്ലെങ്കിൽ നമുക്ക് ഇപ്പോഴും ഉണ്ട്, ഉള്ളിലുണ്ട്. നല്ല കുട്ടിയായിരുന്നു, നല്ല പയ്യനായിരുന്നു, പഠിക്കാൻ മിടുക്കനായിരുന്നു. അവൻ പഠിക്കാൻ മിടുക്കനായിരുന്നു, എല്ലാത്തിനും A+ മേടിച്ചത്, +2-നും SSLCക്കും ഒക്കെ. എഞ്ചിനീയറിങ്ങിനും നല്ല മാർക്കുണ്ടായിരുന്നു. സാജൻ വളരെ സജീവമായിട്ടാണ് ഈ നാടിൻ്റെ എല്ലാ വിഷയങ്ങളിലും ഇടപെട്ടിട്ടുള്ളത്. പഠിക്കാൻ ബഹുമിടുക്കനായിരുന്നു. ഇതുപോലൊരു പാവം പിടിച്ച കേൾക്ക് ഈ വാഴളയ്ക്കകത്ത് ഇല്ല. ഇവിടെ എല്ലാം പിള്ളേരും ഒക്കെ ഉണ്ട്. അവരായിട്ടൊരു കൂട്ടുകെട്ടായിട്ട് ഒന്നുമില്ല. ഈ നാട്ടിൽ വലിയൊരു വേദനയാണ് സാജൻ്റെത്. ഇതിനെ പറ്റി അതെ, ഈ നാട്ടുകാരെ സംബന്ധിച്ച് വലിയ ഒരു വേദനയാണ് ഈ സാജൻ്റെ ഈ സാഹചര്യത്തിലുള്ളൊരു അപ്രതീക്ഷിതമായിട്ടുള്ളൊരു മരണം. അതൊരു ആർക്കും പ്രയോഗിക്കാൻ പറ്റാത്ത മരണമായിപ്പോയി. സാജനെ പറ്റി എന്തെങ്കിലും? സാജനെ M.Tech കഴിഞ്ഞ് ആ രംഗത്ത് അധ്യാപകനായിട്ടെല്ലാം ജോലി കൊണ്ടിരുന്ന ആളാണ്. 1.5 മാസ കാലമേ ആയിട്ടുള്ളൂ ഇവിടെ നിന്ന് വിദേശത്തേക്ക് പോയത്. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് നാട് ഇങ്ങനെ ഞെട്ടിക്കുന്നൊരു വാർത്ത കേട്ടത്. ഈ കുടുംബത്തിന് ചേട്ടനറിയാമോ? കുടുംബത്തിൽ അച്ഛൻ കുഞ്ചാനാണ് സാജൻ്റെ അച്ഛൻ. സാജനൊരു സഹോദരിയുണ്ട്. അതിനെ ഇവിടെ തൊട്ടടുത്തുള്ള കരവാളൂരാണ് വിവാഹം കഴിച്ചയച്ചേക്കുന്നത്. സാജൻ്റെ അച്ഛൻ കുഞ്ചാനായിട്ടെല്ലാം വലിയ അടുപ്പം ഉണ്ട്. കുടുംബത്തിന് ഈ മരണം ഒരിക്കലും താങ്ങാൻ പറ്റില്ല. ഒരിക്കലും താങ്ങാനൊക്കാത്ത ഒരു 28 വയസ്സ് മാത്രം പ്രായമുള്ള വിദ്യാസമ്പന്നനായ ഒരു ചെറുപ്പക്കാരൻ വിദേശത്തേക്ക് ജോലി നോക്കി പോയി അവിടെ നല്ല നിലയിലുള്ള ജോലിയും എല്ലാം സമ്പാദിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിൽ ആ വീട്ടുകാർക്ക് വലിയ പ്രതീക്ഷകളായിരിക്കുമല്ലോ ചെറുപ്പക്കാരനിലൂടെ ഉണ്ടാകുന്നത്. ആ പ്രതീക്ഷയ്ക്ക് വലിയ തിരിച്ചടിയാണ് ഈ മരണം. കിട്ടിയ ആദ്യ ശമ്പളം തന്നെ അച്ഛൻ അയച്ചു കൊടുത്തെന്നാണ് വാർത്ത പുറത്തു പറഞ്ഞത്. അതൊക്കെ അങ്ങനെ ആയിരിക്കണം. അതിനെക്കുറിച്ച് സംബന്ധിച്ച് എനിക്ക് വിശദമായിട്ട് അറിയത്തില്ല. അങ്ങനെ ആയിരിക്കണം. എൻ്റെ സാജൻ്റെ മരണ വാർത്ത ഈ നാട്ടിൽ വലിയൊരു വേദനയാണ്. വളരെ അതിദാരുണമായ ഒരു സംഭവമാണ് നടന്നത്. അവരുടെ വീട്ടിൽ 2 കുട്ടികളാണ് ഉള്ളത്. മകള് ഓസ്ട്രേലിയയിലാണ്. മകനിപ്പം 1.5 മാസത്തിന് മുമ്പാണ് കുവൈറ്റിൽ പോയത്. അവർ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് യാത്ര അയച്ചതും എന്നൊക്കെ ആ പയ്യൻ്റെ അമ്മയും അതേപോലെ തന്നെ പിതാവും പറഞ്ഞു. അപ്രതീക്ഷിതമായ ഈ ഒരു സംഭവം, അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചൊക്കെ അവിടെയുള്ള ഗവൺമെൻറ് അന്വേഷിക്കുന്നുണ്ട്. അത് ആ താമസ സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്തതിൽ ചില പാകപ്പിഴകളുണ്ടെന്നൊക്കെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും അവരുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഏക ആശ്രയം എന്ന് പറയുന്നത് ഒരു ആൺപുത്രൻ എന്നുള്ള നിലയിൽ അവരുടെ ഏക ആശ്രയമായിരുന്നു ആ സാജൻ. മെക്കാനിക്കൽ എൻജിനീയറിങ് B.Tech കഴിഞ്ഞു, M.Tech കഴിഞ്ഞു ആണ് അദ്ദേഹം ജോലിക്ക് പോയത്. ആദ്യത്തെ ശമ്പളവും വീട്ടിൽ അയച്ചതായിട്ടാണ് പറയുന്നത്. എന്തായാലും ആ സാജൻ്റെ വേർപാട് ഈ നാടിനും നാട്ടുകാർക്കും അതുപോലെ തന്നെ ആ കുടുംബത്തിനും ഒരു തീരാ നഷ്ടം തന്നെയാണ്. നാട്ടിൽ ജനങ്ങളോട് നല്ല സ്നേഹത്തോടെ പെരുമാറിയതില്ല. എല്ലാ ആൾക്കാരുമായിട്ടും വലിയ സഹകരണമായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഞാനിവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, CPIയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ്. ഈ പ്രദേശത്ത് പലപ്പോഴും വരുമ്പോഴും സാജൻ വളരെ സജീവമായിട്ടാണ് ഈ നാടിൻ്റെ എല്ലാ വിഷയങ്ങളിലും ഇടപെട്ടിട്ടുള്ളത്. പഠിക്കാൻ ബഹുമിടുക്കനായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പഠിത്തം കഴിഞ്ഞ ഉടനെ തന്നെ ഇത്രയും നല്ലൊരു ജോലിയും അദ്ദേഹത്തിന് ലഭിച്ചത്. വീട്ടിനൊരു താങ്ങാൻ പറ്റാത്തൊരു വേദനയാണ്. ആ വീടിന് താങ്ങും തണലുമായിരുന്നു സാജൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വേർപാട് ആ വീടിന് താങ്ങാൻ കഴിയില്ല എന്ന് നമുക്കേവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ അതിയായ ദുഃഖം CPI കരവാളൂർ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേരിൽ അറിയിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇപ്പോൾ ഈ സാജൻ്റെ മരണം നാട്ടിന് വലിയ വേദനയായിരുന്നു. നല്ല വേദനയായിരുന്നു. പക്ഷെ നല്ല പയ്യനായിരുന്നു, നല്ല പഠിക്കാൻ മിടുക്കനായിരുന്നു. പിന്നെ ഇത് മാസ്റ്ററായിട്ട് ജോലി കിട്ടിയതായിരുന്നു. അത് വേണ്ടിയിട്ടാണ് കുവൈറ്റിൽ പോയത്. കുവൈറ്റിൽ പോയിട്ട് ഇപ്പോൾ 1.5 മാസമേ ഉള്ളൂ. നാട്ടിൽ സാജൻ എങ്ങനെയായിരുന്നു? നല്ല കുട്ടിയായിരുന്നു, നല്ല പയ്യനായിരുന്നു, പഠിക്കാൻ മിടുക്കനായിരുന്നു. അവൻ ആദ്യത്തെ ശമ്പളം 5-ാം തീയതി ശമ്പളം അയച്ചു.
നാട്ടിനും വീട്ടിനും ഒരു വലിയ വേദനയായി. അതിന് നാട്ടിന് വീട്ടിനും എല്ലാവർക്കും വേദനയായി പോയി. ഇത്രയ്ക്കും നല്ലൊരു കുഞ്ഞായിരുന്നു. ഈ അമ്മയുടെ തടയിൽ തൊട്ടടുത്താണ് സാജൻ്റെ വീടും. ഇങ്ങോട്ട് തടയിലേക്ക് വരാറുണ്ടായിരുന്നു. അനിയൻ്റെ മോനാ. ഞാൻ നാട്ടിലൊക്കെ എങ്ങനെയായിരുന്നു? നാട്ടിൽ നല്ലത്, അങ്ങനെ കൂടുതലെങ്ങും ആരോടും നല്ലതായിരുന്നു. നല്ല കുട്ടിയായിരുന്നു. പഠിക്കാൻ മിടുക്കനായിരുന്നു. എല്ലാത്തിനും A+ മേടിച്ചതാണ്. +2-നും SSLCക്കും ഒക്കെ. എഞ്ചിനീയറിങ്ങിനും നല്ല മാർക്കുണ്ടായിരുന്നു. അമ്മയെ വിളിക്കാറുണ്ടായിരുന്നു? പോയിട്ടില്ല, വിളിച്ചിരുന്നു. പോയ യാത്ര പറയാൻ വന്നായിരുന്നു. ചേട്ടാ, സാജൻ്റെ മരണ വാർത്ത വലിയ വേദന ഉണ്ടാക്കിയില്ലേ? വലിയ വേദനയല്ലേ? ആണ് കഷ്ടം. നല്ല ചെറുക്കണ, നല്ല പഠിക്കും, നല്ല ചെറുക്കണ, ഒരു ബുദ്ധിമുട്ടില്ല. ഈ മൊത്തം വീടുകളും அவங்க അണ്ണൻ വീടുകളാണ്. ഈ വാഴക്കകത്ത് ഏറ്റവും കൂടിയത് അവങ്ങളാ. ഈ വീട് 10 വീടും ഈ കടകൾ എല്ലാമേ அவங்க കടകൾ. அவங்க ചേട്ടൻ അണ്ണൻ തമ്പി 7 പേര്. ഇവங்க 6 പേര്, അവർ 7. അത് പെரிய പൊലച്ചൻ്റെ മോൻ. ഇത് 7 പേര്. എല്ലാം നല്ല ഇതാണ്, നല്ല കുടുംബക്കാരകളാണ്. ഇതെല്ലാം പാവപ്പെട്ടവർക്ക് നല്ല സഹായം பண்ணும், എല്ലാം ചെയ്യും. നല്ല ചെറുക്കന്മാർ, ഒരു അട്ടുപൊളിയും கிடையாது. ഈ വാഴക്കകത്ത് നല്ല പറ്റിയാണ്. ഇത് നല്ല ചെറുക്കൻ, നല്ല പഠിത്തമുള്ള ചെറുക്കൻ. നല്ല ഇപ്പം പോയി 1.5 മാസം ആയതേ ഉള്ളൂ. അവർക്ക് ഇങ്ങനെ ഒരു അപകടം പറ്റിപ്പോയി. സാജൻ്റെ കൂട്ടുകാരനെ തന്നിട്ട് എന്താ പറയുന്നത്? സാജന് എന്ന് പറഞ്ഞാൽ നമ്മളത് പ്രതീക്ഷിച്ചല്ല, ഇപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അവൻ ഇപ്പം ജോലിക്ക് വേണ്ടി പോയതാണ്. ഇടയ്ക്ക് കണ്ടപ്പോഴും വന്നപ്പോഴും കണ്ടായിരുന്നു. പിന്നെ ഗ്രൗണ്ടിൽ കളിക്കാൻ വരും. ഒന്നും വേറൊന്നും പറയാൻ. നാട്ടിലെങ്ങനെയായിരുന്നു സാജൻ? നാട്ടിൽ അവൻ എപ്പോഴും പഠനം, മറ്റു കാര്യങ്ങൾ വല്ലപ്പോഴേ വരുന്നത്. ഗ്രൗണ്ടിൽ വെച്ചാൽ കാണുന്നത്. ഇവിടെ വരുമ്പം കാണും, കളിക്കാൻ വേണ്ടി പോകും, വരും. പിന്നെ ജോലി അവൻ്റെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പയ്യനാണ്. നാട്ടുകാർക്ക് വലിയൊരു വേദന ഇല്ലെങ്കിൽ മരണം? അവർ വേണം. അത് നമുക്ക് വേദന എന്ന് പറഞ്ഞാൽ നമുക്കത് പുറത്ത് കാണിക്കാൻ പറ്റത്തില്ലെങ്കിൽ നമുക്ക് ഇപ്പോഴും ഉണ്ട്, ഉള്ളിലുണ്ട്. വീട്ടിൽ പോകുന്നപ്പം പറഞ്ഞിട്ടാ പോയി ഫ്രണ്ട്സിൻ്റെ അടുത്തെല്ലാം? നമുക്ക് ഫേസ്ബുക്ക് അങ്ങനെയുള്ള ബന്ധമൊക്കെ ഉണ്ട്. അവനെ എപ്പോഴും നമ്മൾ അറിയും. സോഷ്യൽ മീഡിയ വഴി നമ്മളെപ്പോഴും അവൻ പോകുന്നതും വരുന്നതെല്ലാം നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, പെട്ടെന്നൊരു ഇതായിപ്പോയി. തന്തയ്ക്കും തള്ളയ്ക്കും എല്ലാം ആ ഒരു മോനേ ഉള്ളൂ. ആ ഒരു മോനെ കൊണ്ട് കഴിയാൻ ഇല്ല. അവർ പാവമെന്ന് വെച്ചാൽ വീട്ടിൽ കൊണ്ടൊന്നും അറിയത്തോലുമില്ല. ഈ വാഴയുള്ള ആൾക്കാരെല്ലാം ഇറങ്ങിയും കയറിയും ചെയ്യും. ആ വീട്ടിൻ്റെ അടുത്ത് എങ്ങും പോവില്ല. തള്ളയ്ക്കെല്ലാം സഹായം ഈ ഒറ്റ മോനാണ്. എനിക്കൊന്ന് കാണുന്നതന്നെ സങ്കടം. നാട്ടിലൊരു വേദനയില്ലേ സാജൻ്റെ മരണം? ആന്ന്. എങ്ങനെ സംഭവിച്ചെന്ന് വയ്യ. അയ്യോ, ഇതുപോലൊരു പാവം പിടിച്ച കേൾക്കാൻ ഈ വാഴക്കകത്ത് ഇല്ല. ഇവിടെ എല്ലാം പിള്ളേരും ഒക്കെ ഉണ്ട്. അവരായിട്ടൊരു കൂട്ടുകെട്ടായിട്ട് ഒന്നുമില്ല. വീട്ടിൽ പഠിത്തം കഴിഞ്ഞ് വീട്ടിൽ തള്ളയ്ക്ക് തുണി കഴിവെക്കും, പാത്രം ചെയ്യപ്പം, പിന്നെ തുടപ്പും, ഇതൊക്കെ അതൊക്കെ ജോലി. ഈ വാഴ ഈ മുക്കി ഞാൻ കണ്ടിട്ടില്ല. ഇത്രക്കും നല്ല സ്വഭാവമായി. എന്തോ ചെയ്യാനാ. നാട്ടുകാർക്കെല്ലാം വലിയ കാര്യമായിരുന്നു. എല്ലാവർക്കും വലിയ കാര്യമായിരുന്നു. അത് സ്നേഹമായിരുന്നു. എല്ലാവരും അതിൽ പോകുമ്പോൾ ചോദിക്കുക, എവിടെ പോവാ, എങ്ങോട്ട് പോവാ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. എനിക്ക് പറയാനുള്ളൂ. ഇപ്പം ഇതൊക്കെ ചെന്ന് കാണുമ്പം തന്നെ, തള്ളയിൽ ചെന്ന് കാണുമ്പം തന്നെ തന്ത അനങ്ങോടങ്ങിയിരിക്കുന്നു. ഒന്നും മിണ്ടുന്നില്ല. തള്ള കിടന്ന് നിലവിളിക്കുന്നു. എന്തോ ചെയ്യാനാ. അയ്യോ, ദൈവത്തോട് പ്രാർത്ഥിക്കാൻ. ഇങ്ങനെ ആർക്കും പറ്റില്ലായിരുന്നു. ഒരെണ്ണത്തിന് വെച്ചുകൊണ്ടിരുന്നത് അതിങ്ങനെ പോകുമ്പോഴേ ആ വീട്ടിലെ ആ സ്ഥിതി അയ്യോ ഓർക്കാൻ പോലും വയ്യേ ദൈവമേ. ഇത്രയേ എനിക്ക് പറയാനുള്ളൂ.